പലിശരഹിത EMIക്ക് തിരികെ പലിശ ലഭിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒരു എഡ്യൂക്കേഷൻ ലോൺ പ്ലാൻ ചെയ്യുകയാണോ? നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒരു ഹൗസിംഗ് ലോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒരു വെഹിക്കിൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തായിരിക്കും അന്നത്തെ നടപടിക്രമം? ആദ്യം തന്നെ ലോൺ കിട്ടുന്നതിന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇനി സാങ്കേതിക തടസ്സങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യേണ്ടി വരും. പിന്നീട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് പ്ലഡ്ജ് ചെയ്യണം. നിങ്ങൾ ഇനീഷ്യലായിട്ട് എന്തെങ്കിലും പേയ്മെന്റ് അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കണം. അതിനുശേഷം ലോണിൻ്റെ അടവ് EMI ആയി ലോൺ തുകയും പലിശയും ചേർന്ന രീതിയിൽ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കണം ലോണിൻ്റെ കാലാവധി കഴിയുന്നതുവരെ. ലോണിൻ്റെ തിരിച്ചടവ് കാലാവധി കഴിയുമ്പോഴേക്കും നിങ്ങൾ ലോണിൻ്റെ ഒരു 3 ഇരട്ടിയുടെ അടുത്ത് നിങ്ങൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാകും, അതിൻ്റെ പലിശ ഉൾപ്പെടെ. എഡ്യൂക്കേഷൻ ലോൺ ആകുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. എഡ്യൂക്കേഷൻ ലോണ് കുട്ടിക്ക് ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ ആ നിയുക്ത കാലാവധി മുഴുവൻ, ലോണിൻ്റെ കാലാവധി മുഴുവൻ അതിൻ്റെ EMI നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കണം. ഇനി കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് തിരികെ കിട്ടുക. നിങ്ങൾ ഈ കടബാധ്യതയിൽ നിന്ന് നിങ്ങൾ വിമുക്തരാകുക. വ്യത്യസ്തമായ ഒരു ലോണിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുക. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോണ് നിങ്ങൾ ഇപ്പോഴേ എടുക്കുന്നു, പക്ഷെ ലോൺ തുക നിങ്ങൾ ഇപ്പോഴൊന്നും വാങ്ങുന്നില്ല. അത് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സമയമാകുമ്പോൾ മാത്രമാണ് നിങ്ങൾ വാങ്ങുന്നത്. ഈ ലോണിന് ഡോക്യുമെന്റ്സ് വേണ്ട, ഡോക്യുമെന്റ്സ് പ്ലഡ്ജ് ചെയ്യേണ്ട, വെരിഫൈ ചെയ്യേണ്ട. പിന്നെ ഈ ലോണിന് പലിശ അല്പം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഈ ലോണിന് നിങ്ങൾക്ക് തിരികെ പലിശ ലഭിക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ എടുക്കുന്ന ലോണിൻ്റെ ഏകദേശം 2 ഇരട്ടിയുടെ അടുത്ത് ലോണിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് പലിശ സഹിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങളൊരു 25 ലക്ഷത്തിൻ്റെ ലോണാണ് എടുക്കുന്നതെങ്കിൽ ഈ രീതിയിൽ പലിശരഹിത EMI ഒക്കെ അടച്ച് നിങ്ങളുടെ കുട്ടിക്ക് ഹയർ എഡ്യൂക്കേഷന് സമയമാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് കൺസ്ട്രക്ഷനോ ഹൗസ് പർച്ചേസിനോ സമയമാകുമ്പോൾ, അല്ലെങ്കിൽ വെഹിക്കിൾ പർച്ചേസിന് സമയമാകുമ്പോൾ നിങ്ങളുടെ ലോൺ തുകയുടെ ഏകദേശം 2 ഇരട്ടിയോളം നിങ്ങൾക്ക് പലിശ സഹിതം തിരികെ ലഭിക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ ലോൺ ബാധ്യത പരിപൂർണമായിട്ടും ഒഴിവാകുന്നു. നിങ്ങൾ കട വിമുക്തരാകുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു ലോൺ സിസ്റ്റം? കാരണം നിങ്ങൾ 3 ഇരട്ടി പലിശ ലോൺ തുക തിരികെ അടയ്ക്കുന്നതിന് പകരം ലോൺ തുക 2 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് പലിശ സഹിതം തിരികെ ലഭിക്കുന്നു. ഇത് ജോസ് കാച്ചപ്പള്ളി @ജോസ് കാച്ചപ്പള്ളി 1090. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക.